അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ പുതിയ ഗവൺമെന്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് INTUC ഓട്ടോറിക്ഷ യൂണിയൻ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുര വിതരണം നടത്തി. വടക്കാഞ്ചേരിയിൽ നടന്ന മധുര വിതരണ ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TP ഗിരീശൻ, കോൺഗ്രസ് നേതാക്കളായ SAA ആസാദ്, VR ശ്രീകാന്ത്, KA മഹേഷ്, രവി CA, സനീഷ് KK, രാജൻ തലപ്പള്ളി, പോൾ TO എന്നിവർ നേതൃത്വം നൽകി. INTUCയുടെ നിരവധി തൊഴിലാളികളും കോൺഗ്രസ് പ്രവർത്തകരും ആഘോഷങ്ങളിൽ പങ്കാളികളായി. സംസ്ഥാനത്ത് 10 വർഷങ്ങൾക്ക് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇന്ന് രൂപീകരിക്കപ്പെടുന്ന സുദിനമാണ്. ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചും ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെ സംബന്ധിച്ചും വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിനമായിട്ടാണ് ഇന്നത്തെ ദിനം നാം ആഘോഷിക്കപ്പെടുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തെ കട്ടുമുടിച്ച് തകർത്ത് തരിപ്പണമാക്കിയ ആ പിണറായി ഗവൺമെൻറ്റിൽ നിന്നുള്ള മോചനം ലഭിച്ചതിൻ്റെ സന്തോഷം കൂടി പങ്കെടുക്കുന്ന ഈ ഒരു സുദിനമായിട്ടാണ് ഈ ഗവൺമെൻറ് ആരംഭിക്കുന്നത്. തീർച്ചയായും ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരിക്കും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. പുതിയ തലമുറയെയും പഴയ തലമുറയെയും പുതിയ സംവിധാനങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നല്ല രീതിയിലുള്ള എല്ലാ ജാതിമത എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഗവൺമെൻറ്റിനാണ് ഈ ബഹുമാനായ VD സതീശൻ മുഖ്യമന്ത്രിയായ ഗവൺമെൻറ്റിലെ അംഗങ്ങളായ മന്ത്രിമാരെല്ലാവരും തീർച്ചയായും ഇത് രാജ്യത്തിൻ്റെ നേട്ടമാണ്. കേരള സംസ്ഥാനത്തെ പ്രകോട്ടടിച്ച ആ കാലഘട്ടങ്ങളിൽ നിന്നൊരു മാറ്റമുണ്ടാക്കി പുതിയ ജീവൻ നൽകിക്കൊണ്ടുള്ള പുതിയ യാത്രയിൽ നടത്തിയതുപോലെയുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഈ ഗവൺമെൻറ് നന്ദി കുറിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഐക്യ ജനാധിപത്യം. You are watching VCV News.